Good afternoon. നമ്മുടെ theoretical class ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ലാസ്റ്റ് നമ്മൾ ഡിസ്ക്രീറ്റ് ഡിസ്ട്രിബ്യൂഷൻസിൽ പറഞ്ഞു നിർത്തിയത് നെഗറ്റീവ് ബൈനോമിയൽ ആൻഡ് ജോമെട്രിക് ഡിസ്ട്രിബ്യൂഷൻസ് ആയിരുന്നു. അതിന്റെ കുറച്ച് ക്യാരക്ടേഴ്സും കാര്യങ്ങളും ഒക്കെ നമ്മൾ പറഞ്ഞു. നെക്സ്റ്റ് വൺ ഇസ് ഹൈപ്പർ ജോമെട്രിക് ഡിസ്ട്രിബ്യൂഷൻ. ഹൈപ്പർ ജോമെട്രിക് ഡിസ്ട്രിബ്യൂഷൻ അപ്പോൾ യൂഷ്വലി ഇപ്പോൾ ഒരു കോമ്പറ്റേറ്റീവ് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നമ്മൾ ഭയങ്കരമായിട്ട് തിയറട്ടിക്കൽ കൺസെപ്റ്റിന്റെ ഒരു മീനിങ് ഒക്കെ അറിഞ്ഞു പോകേണ്ട ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. ജസ്റ്റ് ബൈ ഹാർട്ട് ചെയ്ത് പോയാലും മതി. എനിവേ കുറച്ച് കാര്യങ്ങൾ അറിയണം എന്ന് ഇൻട്രസ്റ്റ് ഉള്ള ഒരാളെങ്കിലും ഉണ്ടാവുമല്ലോ. അപ്പൊ അവർക്ക് വേണ്ടിയിട്ട് പറയാണ്, വാട്ട് ഇസ് ഹൈപ്പർ ജോമെട്രിക് ഡിസ്ട്രിബ്യൂഷൻ? ഹൈപ്പർ ജോമെട്രിക് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുമ്പോൾ ക്യാപിറ്റൽ എൻ സൈസ് ഉള്ള ഒരു പോപ്പുലേഷൻ ഉണ്ടെന്ന് വിചാരിക്കാം. ക്യാപിറ്റൽ എൻ സൈസ് ഉള്ള ഒരു പോപ്പുലേഷൻ ഉണ്ട്. ഇതില് കെ നമ്പർ ഓഫ് സക്സസുകൾ ഉണ്ട്. അതായത് നമ്മൾ എടുക്കുന്നത് ഒരു എക്സ്പെരിമെന്റ് ആണ് ബേസിക്കലി. അപ്പൊ നമ്മൾ ഒരു ഏൺ എടുക്കുമ്പോൾ അല്ലെങ്കിൽ അതൊരു എക്സ്പെരിമെന്റ് ആണ് എടുക്കുക. അപ്പൊ അവിടെ കുറച്ച് സക്സസുകളും ഉണ്ടാവും, കുറച്ച് ഫെയിലുവറുകളും ഉണ്ടാവും. അങ്ങനെയുള്ള ഒരു ഏൺ ആണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ഒരു തിയറട്ടിക്കൽ കോൺസെപ്റ്റ് അനുസരിച്ച് ക്യാപിറ്റൽ എൻ പോപ്പുലേഷൻ സൈസ് എടുക്കുന്നു. Then there is k number of successes. Number of successes k ആണെങ്കിൽ obviously അവിടെ ക്യാപിറ്റൽ എൻ മൈനസ് കെ നമ്പർ ഓഫ് ഫെയിലുവേഴ്സ് ഉണ്ടാവും. ശരിയല്ലേ? അപ്പൊ മൊത്തം ക്യാപിറ്റൽ എൻ ആൾക്കാരുണ്ട്, കെ നമ്പർ ഓഫ് സക്സസസ് ഉണ്ട്, എൻ മൈനസ് കെ നമ്പർ ഓഫ് ഫെയിലുവേഴ്സ് ഉണ്ട്. ഇതിന് ഞാനൊരു സാമ്പിൾ ഫോം ചെയ്യുന്നു. ഇനി ക്യാപിറ്റൽ എൻ എന്ന് പറയുന്നത് നോട്ട് നെസസറിലി ലാർജ് ആണ്. എപ്പോഴും ലാർജ് ആയിരിക്കണം എന്ന് നിർബന്ധമൊന്നുമില്ല. ഇനി ഞാനൊരു സ്മോൾ സാമ്പിൾസ് എടുക്കുന്നു. ചിലപ്പോൾ സ്മോൾ ആയിരിക്കും, മേ ബി ലാർജ് ആയിരിക്കും, വോട്ടെവർ ഇറ്റ് ഈസ്. ഒരു സാമ്പിൾ സൈസ് എടുക്കുന്നു. അതിനകത്ത് എക്സ് നമ്പർ ഓഫ് സക്സസുകൾ ഉണ്ട് എന്ന് എടുക്കുന്നു. അപ്പോൾ ഒബ്വിയസ്ലി എൻ മൈനസ് എക്സ് ഫെയിലുവേഴ്സ് ഉണ്ടാവും. ഇതാണ് ഹൈപ്പർ ജോമെട്രിക്കിന്റെ തിയറട്ടിക്കൽ കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഇനി ഇതിനകത്ത് രണ്ട് കാര്യങ്ങളാണ് നമ്മൾ മെയിൻ ആയിട്ടും അറിയേണ്ടത്. അത് പല സമയത്തും പല കോമ്പറ്റേറ്റീവ് എക്സാംസിനും സെപ്പറേറ്റ് ക്വസ്റ്റ്യൻസ് ആയിട്ട് കണ്ടിട്ടുള്ള രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, സാമ്പിളിംഗ് വിതൗട്ട് റീപ്ലേസ്മെന്റ്. രണ്ട്, സക്സസീവ് ഡ്രോസ് ആർ സ്റ്റൊക്കാസ്റ്റിക്കലി ഡിപ്പെൻഡന്റ്. ഈ രണ്ട് കാര്യങ്ങൾ നമ്മൾ അറിയണം. അതായത് നമ്മുടെ കയ്യിൽ ഒരു വലിയ പോപ്പുലേഷൻ ഉണ്ട്, അതിൽ ക്യാപിറ്റൽ എൻ ആൾക്കാരുണ്ട് ടോട്ടൽ. ദെൻ അതിനകത്ത് കെ നമ്പർ ഓഫ് സക്സസുകൾ ഉണ്ട്. സോ ഒബ്വിയസ്ലി അവിടെ നമുക്ക് എൻ മൈനസ് കെ നമ്പർ ഓഫ് ഫെയിലുവേഴ്സ് ആയിരിക്കും ഉണ്ടാവുക. ദെൻ we choose a sample or we select a sample from the entire population that consists of capital N units. These samples are selected according to sampling without replacement and the draws are dependent. ഈ രണ്ട് കാര്യങ്ങൾ നോക്കിയിട്ടാണ് നമ്മൾ ആ സാമ്പിൾ ചൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ആ സാമ്പിൾ സെലക്ട് ചെയ്യുന്നത്. അപ്പോ പോപ്പുലേഷനിൽ നിന്ന് സാമ്പിൾ എടുക്കുന്നത് സിമ്പിൾ റാൻഡം സാമ്പിളിംഗ് വിതൗട്ട് റീപ്ലേസ്മെന്റ് ആണ്, സ്റ്റൊക്കാസ്റ്റിക്കലി ഡിപ്പെൻഡന്റ് ആണ് ട്രയൽസ്. ഈ രണ്ട് കാര്യങ്ങളാണ് മെയിൻ ആയിട്ട് ഓർത്തിരിക്കേണ്ടത്. ഈ രണ്ട് കാര്യങ്ങൾ തന്നിട്ട് അത് ഏത് ഡിസ്ട്രിബ്യൂഷനെ പ്രയോറിറ്റൈസ് ചെയ്യുന്നതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഹൈപ്പർ ജോമെട്രിക് ഡിസ്ട്രിബ്യൂഷന്റെ കോൺസെപ്റ്റിൽ വരുന്നതാണ്. അത് ഓർത്ത് വെക്കാം. ഇനി എടുത്ത സാമ്പിളിൽ ടോട്ടൽ എൻ ആൾക്കാരുണ്ട്, അതിൽ എക്സ് നമ്പർ ഓഫ് സക്സസുകൾ ഉണ്ട്, എൻ മൈനസ് എക്സ് നമ്പർ ഓഫ് ഫെയിലുവറുകൾ ഉണ്ട്. ഓക്കെ, ഇതാണ് ഹൈപ്പർ ജോമെട്രിക് ഡിസ്ട്രിബ്യൂഷന്റെ കോൺസെപ്റ്റ്. ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്യോ ഓർത്ത് വെക്കോ എങ്ങനെയായാലും മതി. ഇവിടെ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ പോലെ തന്നെ ഈ എക്സുകൾ ഉണ്ടല്ലോ, നമ്പർ ഓഫ് സക്സസുകൾ, ആ സാമ്പിളിലെ നമ്പർ ഓഫ് സക്സസുകൾ, അതാണ് ഹൈപ്പർ ജോമെട്രിക് ഡിസ്ട്രിബ്യൂഷൻ ഫോളോ ചെയ്യുന്നത്. ഓക്കെ, ഇനി ഹൈപ്പർ ജോമെട്രിക് ഡിസ്ട്രിബ്യൂഷന് ഒരു ആൾട്ടർനേറ്റീവ് ഫോം കൂടെ ഉണ്ട്. ആദ്യത്തെ ഫോം വെച്ചിട്ടല്ല നമ്മൾ മീനും വേരിയൻസ് ഒക്കെ യൂഷ്വലി പറയാം. അപ്പൊ അതിനൊരു ആൾട്ടർനേറ്റീവ് ഫോം കൂടെ ഉണ്ട്. അത് വെച്ചിട്ടാണ് നമ്മൾ സാധാരണ എന്ത് പറയാ, മീനും വേരിയൻസ് ഒക്കെ പറയാം. അപ്പൊ ആ ഫോം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്ച്വലി ഹൈപ്പർ ജോമെട്രിക്കിന്റെ ബേസിക് ഫോം എന്ന് പറയുന്നത് കെ സി എക്സ് എൻ മൈനസ് കെ സി എൻ മൈനസ് എക്സ് ബൈ എൻ സി എൻ എന്നുള്ള ഫോമാണ്. വേർ സ്മോൾ ലെസ് ദാൻ ഓർ ഇക്വൽ ടു കെ ആയിരിക്കും എപ്പോഴും. അതായത് സാമ്പിളിന്റെ സൈസ് എന്ന് പറയുന്നത് പോപ്പുലേഷനിലെ നമ്പർ ഓഫ് സക്സസുകളോട് ഈക്വലോ അല്ലെങ്കിൽ കുറവോ ആയിരിക്കും. ഇനി ആൾട്ടർനേറ്റീവ് ഫോം എങ്ങനെയാണ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അവിടെ ഒരു പി എടുക്കും. ആ പി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൊപ്പോർഷൻ ഓഫ് ഡിഫക്റ്റീവ് ഐറ്റംസ് അല്ലെങ്കിൽ പ്രൊപ്പോർഷൻ ഓഫ് സക്സസ്. നമ്മൾ ഇവിടെ ഡിഫക്റ്റീവ്സ് ആണ് കൺസിഡർ ചെയ്യുന്നത്. അതായത് ഒരു ഏണിൽ ഇത്ര ഡിഫക്റ്റീവ്സ് ഉണ്ട്, ഇത്ര നോൺ ഡിഫക്റ്റീവ്സ് ഉണ്ട് എന്നുള്ളൊരു കൺസെപ്റ്റിലും ഹൈപ്പർ ജോമെട്രിക് ഡിസ്ട്രിബ്യൂഷൻ ഡിഫൈൻ ചെയ്യാറുണ്ട്.
ഈ ഡിഫക്റ്റീവ് ആണ് നമ്മൾ ഇവിടെ സക്സസ് ആയിട്ട് ആക്ച്വലി കൺസിഡർ ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ജനറലി പറയുമ്പോൾ സക്സസ് ഫെയിലുവർ എന്നുള്ള രീതിക്ക് പറയുന്നത്. ഇവിടെ നമ്മുടെ സക്സസ് നമ്മൾ ഡിഫക്റ്റീവ് ഐറ്റംസ് കണ്ടുപിടിക്കാനുള്ള ഒരു ഇതെന്നുള്ളൊരു ഫോമിലാണ് നമ്മൾ ഹൈപ്പർജോമെട്രിക് ഡിസ്ട്രിബ്യൂഷൻ ഡിഫൈൻ ചെയ്യാറ്. അപ്പോൾ ഡിഫക്റ്റീവിന്റെ പ്രൊപ്പോർഷൻ ആണ് പി, പ്രൊപ്പോർഷൻ ഓഫ് ഡിഫക്റ്റേഴ്സ്. ക്യൂ എന്ന് പറയുന്നത് പ്രൊപ്പോർഷൻ ഓഫ് നോൺ ഡിഫക്റ്റേഴ്സ്. നോൺ ഡിഫക്റ്റേഴ്സിന്റെ പ്രൊപ്പോർഷൻ ആണ് ക്യൂ. അപ്പൊ ഡിഫക്റ്റേഴ്സിന്റെ പ്രൊപ്പോർഷൻ പിയും നോൺ ഡിഫക്റ്റേഴ്സിന്റെ പ്രൊപ്പോർഷൻ ക്യൂ ആണെങ്കിൽ ഇനി ഈ പി എ നമുക്ക് എങ്ങനെ അപ്പൊ ഡിഫൈൻ ചെയ്യാം? ഡിഫക്റ്റീവിന്റെ പ്രൊപ്പോർഷൻ. അപ്പൊ ഞാൻ പറഞ്ഞു നമ്മൾ നമ്പർ ഓഫ് ഡിഫക്റ്റീവ്സിനെയാണ് നമ്പർ ഓഫ് സക്സസുകളായിട്ട് എടുക്കുന്നത്. കാര്യം ആ ഡിഫക്റ്റീവ്സ് ഇപ്പൊ നമ്മളൊരു എന്താ പറയാ ഒരു മാനുഫാക്ചറിങ് കമ്പനിയെ വെച്ചിട്ട് നോക്കുകയാണെങ്കിൽ ഒരു 10 എണ്ണം എടുത്താൽ നമ്മളിപ്പോ പ്രോസസ് ഒക്കെ കംപ്ലീറ്റ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ, അതായത് നമ്മൾ പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതിനകത്ത് എന്താ ഫസ്റ്റ് ഓഫ് ഓൾ നോക്കുക? ആക്ച്വലി ഡിഫക്റ്റീവ്സ് എന്തെങ്കിലും ഉണ്ടോ എന്ന്. ഡിഫക്റ്റീവ്സിന്റെ പ്രൊപ്പോർഷൻ കണ്ടുപിടിക്കണം. ഇപ്പൊ നമ്മളൊരു 10 സാമ്പിൾ എടുക്കുമ്പോൾ 1 or 2 ഡിഫക്റ്റീവ്സേ ഉള്ളെങ്കിൽ വലിയ കുഴപ്പമില്ല എന്നാണ് അതിന്റെ അർത്ഥം. അപ്പൊ നമ്മൾ എപ്പോഴും ഒരു എന്താ പറയാ, ഇപ്പം ക്വാളിറ്റി കൺട്രോൾ അറിയില്ലേ, കുറച്ച് പേരെങ്കിലും സ്റ്റാറ്റിസ്റ്റിക്സ് അറിയാവുന്ന കുറച്ച് പേരെങ്കിലും കേട്ടിട്ടുണ്ടാവും ക്വാളിറ്റി കൺട്രോൾ എന്ന് പറയുന്നത്. അപ്പൊ അവിടെ അങ്ങനെയാണ്, നമ്മൾ ഫൈനലി ഒരു സാമ്പിൾ എടുത്ത് നോക്കും. ഡബിൾ സാമ്പിളിങ്, സിംഗിൾ സാമ്പിളിങ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് പ്രൊസീജിയേഴ്സ് ഒക്കെ ഉണ്ട്, അതൊന്നും നമുക്ക് ആവശ്യമില്ല. അപ്പൊ അവിടെയൊക്കെ നമ്മൾ ഡിഫക്റ്റീവ്സിന്റെ പ്രൊപ്പോർഷൻ ആണ് നോക്കുക. അപ്പൊ നമുക്ക് ഇവിടെ സക്സസ് ഡിഫക്റ്റീവ്സ് എന്ന് പറയുന്ന ഒരു സംഭവമാണ്. അപ്പൊ ഡിഫക്റ്റീവ്സിന്റെ പ്രൊപ്പോർഷൻ എന്ന് പറയുന്നത് k/n ആയിരിക്കും, അതായത് സക്സസുകളുടെ എണ്ണം ബൈ ടോട്ടൽ നമ്പർ. അപ്പൊ അതാണ് ഇവിടെ പി ആയിട്ട് എടുക്കുക. അങ്ങനെ വരുന്ന സമയത്ത് പ്രോബബിലിറ്റി മാസ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് NPCx NQCn-x ബൈ NCn എന്നുള്ള ഫോമിലായിരിക്കും. ആ രണ്ടാമത്തെ ആൾട്ടർനേറ്റീവ് ഫോം യൂസ് ചെയ്തിട്ടാണ് നമ്മൾ മീനും വേരിയൻസ് ഒക്കെ യൂഷ്വലി പറയാം. മീൻ എന്ന് പറയുന്നത് NP ആയിരിക്കും. വേരിയൻസ് എന്ന് പറയുന്നത് ഇപ്പൊ ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ, നമ്മൾ പോപ്പുലേഷനിൽ നിന്ന് സാമ്പിൾ ചൂസ് ചെയ്യുന്നത് സിമ്പിൾ റാൻഡം സാമ്പിളിംഗ് വിതൗട്ട് റീപ്ലേസ്മെന്റ് ആണ്. സിമ്പിൾ റാൻഡം സാമ്പിളിംഗ് വിതൗട്ട് റീപ്ലേസ്മെന്റിന്റെ വേരിയൻസ് എന്ന് പറയുന്നത് n-n/n-1 ഇൻറ്റു പെർട്ടിക്കുലർ വേരിയൻസ് ആണ്. അപ്പൊ അതിന്റെ ഒരു ക്ലാസ് നമുക്ക് ചെയ്യാം. അപ്പൊ അതനുസരിച്ചാണ് ഇവിടെയും വേരിയൻസ് വരിക. സോ വേരിയൻസ് ഇസ് ഈക്വൽ ടു n-n/n-1 ഇൻറ്റു NPQ. ഇനി ഇവിടെ എടുത്തു പറയേണ്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത് ഈ ഹൈപ്പർ ജിയോമെട്രിക് ഡിസ്ട്രിബ്യൂഷൻ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷനിലേക്ക് ടെൻഡ് ചെയ്യുന്നുണ്ട്. എപ്പോ ക്യാപിറ്റൽ N ടെൻഡ്സ് ടു ഇൻഫിനിറ്റിയും k/n ടെൻഡ്സ് ടു p ആവുന്ന സമയത്ത്. ഇത്രയും കാര്യങ്ങൾ ഹൈപ്പർ ജിയോമെട്രിക് ഡിസ്ട്രിബ്യൂഷനിൽ ഓർത്ത് വെച്ചാൽ മതി. ഓക്കെ, ഇനി മൾട്ടിനോമിയൽ ഡിസ്ട്രിബ്യൂഷനും കൂടെ ആയി കഴിയുമ്പോൾ ഡിസ്ക്രീറ്റ് ഡിസ്ട്രിബ്യൂഷൻസ് കംപ്ലീറ്റ് ആവും നമുക്ക്. മൾട്ടിനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് മൾട്ടിനോമിയൽ ഡിസ്ട്രിബ്യൂഷന്റെ ഒരു പിന്നെ അതേപോലെ നമ്മുടെ ഹൈപ്പർ ജിയോമെട്രിക് ഡിസ്ട്രിബ്യൂഷന് ക്യാരക്ടറിസ്റ്റിക് ഫംഗ്ഷൻ ഒരു കൺവീനിയന്റ് ഫോമിൽ അല്ല ഉള്ളത്. അത് ഓർത്ത് വെക്കേട്ടോ. ക്യാരക്ടറിസ്റ്റിക് ഫംഗ്ഷൻ ഒരു സാധാരണ നമ്മൾക്ക് ക്യാരക്ടറിസ്റ്റിക് ഫംഗ്ഷൻ ഓൾവൈസ് എക്സിസ്റ്റ് എന്നാണ് നമ്മൾ പറയാ. പക്ഷെ ഹൈപ്പർ ജിയോമെട്രിക് ഡിസ്ട്രിബ്യൂഷന് ക്യാരക്ടറിസ്റ്റിക് ഫംഗ്ഷൻ ഒരു കൺവീനിയന്റ് ഫോമിൽ അല്ല ഉള്ളത്. അപ്പോൾ ക്യാരക്ടറിസ്റ്റിക് ഫംഗ്ഷൻ കൺവീനിയന്റ് ഫോമിൽ അല്ലാത്ത ഒരു ഡിസ്ട്രിബ്യൂഷൻ ചോദിച്ചാൽ വേണമെങ്കിൽ നമുക്ക് ഹൈപ്പർ ജിയോമെട്രിക് പറയാം. അതൊരു കൺവീനിയന്റ് ഒരു ഫോം ഉണ്ട്, പക്ഷെ അതൊരു കൺവീനിയന്റ് ഫോമിൽ അല്ല. ഓക്കെ, ദെൻ മൾട്ടിനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ. അപ്പൊ മൾട്ടിനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കയ്യില് k ഡിസ്റ്റിങ്ക്റ്റ് ക്ലാസ്സസ് ഉണ്ടെന്ന് വിചാരിക്കാം. നമ്മുടെ കയ്യില് k ഡിസ്റ്റിങ്ക്റ്റ് ക്ലാസ്സുകൾ ഉണ്ട് എന്ന് വിചാരിക്കാം. ഇനി xi എന്ന് പറയുന്ന ഒരു ഒബ്സർവേഷൻ ith ക്ലാസ്സിൽ ഫോളോ ചെയ്യാനുള്ള പ്രോബബിലിറ്റി pi ആണെന്ന് വിചാരിക്കാം. ഇതാണ് മൾട്ടിനോമിയൽ ഡിസ്ട്രിബ്യൂഷന്റെ ഒരു ബേസിക് എന്ന് പറയുന്നത്. നമ്മുടെ കയ്യിൽ കുറേ ക്ലാസ്സുകൾ ഉണ്ട്. അപ്പൊ ഒന്ന് ജനറലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമുക്കൊരു ഫോമിൽ എത്തിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ k ക്ലാസ്സുകൾ എന്ന് പറയും. നമ്മുടെ കയ്യിൽ k ക്ലാസ്സുകൾ ഉണ്ടെന്ന് വിചാരിക്കാം. ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള k ക്ലാസ്സുകൾ ഉണ്ടെന്ന് വിചാരിക്കാം. ഡിസ്റ്റിങ്ക്റ്റ് എന്ന് പറയാൻ കാരണം ഇപ്പൊ ഓരോന്നിനും ഓരോ പ്രോബബിലിറ്റി പറയാൻ വേണ്ടിയിട്ടാണ്. ഇനി xi എന്ന് പറയുന്ന ഒരു ഒബ്സർവേഷൻ ഒരു പെർട്ടിക്കുലർ ക്ലാസ്സിൽ വീഴാനുള്ള പ്രോബബിലിറ്റി ഈസ് pi. അങ്ങനെയാണെങ്കിൽ നമുക്ക് മൾട്ടിനോമിയൽ ഡിസ്ട്രിബ്യൂഷന്റെ എന്ത് പറയാം? മാസ് ഫംഗ്ഷൻ പറയാം. n ഫാക്ടോറിയൽ, n എന്ന് പറയുന്നത് ടോട്ടൽ ക്ലാസ്സുകളാണ് വരിക, അതായത് ടോട്ടൽ ഇവന്റുകളാണ് വരിക. n ഫാക്ടോറിയൽ ബൈ x1 ഫാക്ടോറിയൽ ഇൻറ്റു x2 ഫാക്ടോറിയൽ ഇൻറ്റു x1 ഫാക്ടോറിയൽ ഇൻറ്റു x2 ഫാക്ടോറിയൽ ഇൻറ്റു എക്സെട്ര ഇൻറ്റു, അതായത് ഈ നമ്മുടെ കയ്യിൽ k ക്ലാസ്സുകൾ ഉണ്ട്. ടോട്ടൽ നമ്പർ ഓഫ് ഒബ്സർവേഷനുകൾ എന്ന് പറയുന്നത്
x1, x2, എക്സെട്ര അപ് ടു xn ആണ്. അത് മൊത്തം ഒബ്സർവേഷനുകൾ ഒരു n എണ്ണം ഉണ്ട്. നമ്മൾ അതിൽ നിന്നൊരു k വെച്ചിട്ടാണ് പറയുന്നതെന്നേ ഉള്ളൂ. n factorial by x1 factorial into x2 factorial into etc. into xk factorial into p1 raised to x1 into p2 raised to x2 etc. up to pk raised to xk. Okay. This distribution reduces to binomial distribution when there are only two classes. ഈ k distinct ക്ലാസ്സുകൾ രണ്ടേ ക്ലാസ്സുകളായിട്ട് മാറുമ്പോൾ നമുക്ക് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ആണെന്ന് പറയാം. മൾട്ടിനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ അങ്ങനെ ഭയങ്കരമായിട്ട് ചോദിക്കാനൊന്നുമില്ല. ആകെ ചോദിക്കുന്ന ഇതാണ്, എപ്പോഴാണ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷനിലേക്ക് ടെൻഡ് ചെയ്യുക? അത് 2 ക്ലാസ്സസ് ആകുമ്പോൾ, കെന്റെ വാല്യൂ 2 ആകുമ്പോഴാണ് ബൈനോമിയലിലേക്ക് പോവുക. അല്ലാതെ മൾട്ടിനോമിയലിൽ അങ്ങനെ കാര്യമായിട്ടൊന്നുമില്ല. ഇത്രയാവുമ്പോൾ ഡിസ്ക്രീറ്റ് ഡിസ്ട്രിബ്യൂഷൻസ് കഴിഞ്ഞു. അടുത്ത് നമ്മൾ കണ്ടിന്യൂസ് ഡിസ്ട്രിബ്യൂഷൻസിലിട്ടത് വേറൊരു വീഡിയോ എന്ന് ഞാൻ വിചാരിച്ചത്, പക്ഷെ അധികം കാര്യങ്ങളൊന്നും ഇല്ലാതിരുന്നോണ്ട് കണ്ടിന്യൂസിലായിട്ട് പോവാമെന്ന് വിചാരിച്ചു. കണ്ടിന്യൂസ് ഡിസ്ട്രിബ്യൂഷൻസിലെ ഫസ്റ്റ് ഡിസ്ട്രിബ്യൂഷൻ ആണ് യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ. അപ്പൊ കണ്ടിന്യൂസ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുമ്പോൾ എന്താണ് കണ്ടിന്യൂസ് ഡിസ്ട്രിബ്യൂഷൻ? കണ്ടിന്യൂസ് റാൻഡം വേരിയബിളുകൾ ഫോളോ ചെയ്യുന്ന ഡിസ്ട്രിബ്യൂഷനെയാണ് കണ്ടിന്യൂസ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് വിളിക്കുന്നത്. കണ്ടിന്യൂസ് റാൻഡം വേരിയബിളുകൾ ഫോളോ ചെയ്യുന്ന ഡിസ്ട്രിബ്യൂഷനാണ്, അതായത് ഇപ്പോ കണ്ടിന്യൂസ് റാൻഡം, ഞാനത് ഏതോ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ എന്ന് പറയുന്നത് കോണ്ടിനം ഓഫ് പോയിന്റ്സ് ഉണ്ടാവും, അതായത് ഇന്റർവൽസ് ആയിട്ടായിരിക്കും പറയണ്ടാവുക. നെക്സ്റ്റ് പോയിന്റ് ഏതാണ് അല്ലെങ്കിൽ വാല്യൂ ഏതാണ് അൺപ്രഡിക്റ്റബിൾ ആണ്, അത് കോമ വെച്ച് സെപ്പറേറ്റ് ചെയ്ത് പറയാൻ പറ്റില്ല. പിന്നെ ഇൻഫൈനൈറ്റ് നമ്പർ ഓഫ് പോയിന്റ്സ് അതിലുണ്ടാവും. ഇപ്പോൾ വെയിറ്റ്, ഹൈറ്റ് ഒക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. അപ്പൊ അങ്ങനെയുള്ളതാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾസ് എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ള കണ്ടിന്യൂസ് റാൻഡം വേരിയബിളുകൾ ഫോളോ ചെയ്യുന്ന ഡിസ്ട്രിബ്യൂഷൻസ് ആണ് ഇനി വരുന്നത്. അപ്പൊ ഡിസ്ക്രീറ്റിൽ നമ്മൾ എല്ലാം കംപ്ലീറ്റ് ചെയ്തു. കണ്ടിന്യൂസിൽ ഒന്നാമത്തെ ഡിസ്ട്രിബ്യൂഷൻ ആണ്, അല്ലെങ്കിൽ ഒന്നാമത് നമ്മുടെ സിലബസ് അനുസരിച്ച് ഒരുപാട് ഡിസ്ട്രിബ്യൂഷൻസ് കണ്ടിന്യൂസിലുണ്ട്. നമ്മുടെ സിലബസ് അനുസരിച്ച് വേണ്ടുന്ന കാര്യങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ. അതിൽ ഒന്നാമത്തെ ഡിസ്ട്രിബ്യൂഷൻ ആണ് യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ. യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുമ്പോൾ അതിന്റെ പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ എന്ന് പറയുന്നത്, അപ്പൊ കണ്ടിന്യൂസ് ആയപ്പോൾ ഡെൻസിറ്റി ഫംഗ്ഷൻ ആയി. പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ എന്ന് പറയുന്നത് 1/b minus a less than or equal to x less than or equal to b and 0 otherwise. ഇനി ഇതിനകത്ത് നമുക്ക് വേണ്ടത് ഇതിന്റെ ക്യാരക്ടറുകളാണ്. എപ്പോഴും നമ്മൾ പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ ഓർത്ത് വയ്ക്കുക. ഡിസ്ക്രീറ്റ് ആണെങ്കിലും കണ്ടിന്യൂസ് ആണെങ്കിലും അതിന്റെ ഫംഗ്ഷണൽ ഫോം ഓർത്ത് വയ്ക്കുക. അതിന്റെ റേഞ്ച് ഓർത്ത് വയ്ക്കുക. റേഞ്ച് തെറ്റിയാൽ തന്നെ പോയി. അപ്പൊ 1/b minus a less than or equal to x less than or equal to b. ആ പ്രോബബിലിറ്റി മാസ് ഫംഗ്ഷന്റെ ഒരു പ്രത്യേകത നോക്കിയേ. എ മുതൽ ബി വരെയുള്ള ഇന്റർവെൽ, അതൊരു ഇന്റർവെൽ ആണ്. എ മുതൽ ബി വരെയുള്ള ഒരു ഇന്റർവെൽ. ആ ഇന്റർവെല്ലിൽ ത്രൂ ഔട്ട് ഈച്ച് ആൻഡ് എവറി പോയിന്റിൽ 1/b minus a ആണ് എന്ത് വരാ, പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ വരാ. അതായത് എ മുതൽ ബി വരെയുള്ള എയും ബിയും ഇൻക്ലൂഡഡ് ആണ്, ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആണ്. പിന്നെ കണ്ടിന്യൂസ് കേസിൽ ലെസ് ദാൻ ആണെങ്കിലും ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആണെങ്കിലും ഇൻക്ലൂഡഡ് ആയിട്ട് തന്നെയാണ് നമ്മൾ കൺസിഡർ ചെയ്യുക. ഡിസ്ക്രീറ്റിലാണ് ആ ഒരു ഡിഫറൻസ് ഉണ്ടാവുക. അപ്പൊ 1/b minus a, അതായത് എ മുതൽ ബി വരെയുള്ള ഈച്ച് ആൻഡ് എവറി പോയിന്റ് 1/b minus a ആണ് അതിന്റെ പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ വരിക. അതുകൊണ്ടാണ് അതിനെ നമ്മൾ യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ എന്ന് വിളിക്കുക. അതായത് എ മുതൽ ബി വരെയും അതിനൊരു യൂണിഫോമിറ്റി ഉണ്ട്. ആ 1/b minus a എന്നുള്ളതിൽ വേരിയബിൾ വരുന്നില്ല, എക്സ് എന്ന് പറയുന്ന ടേം വരുന്നില്ല. സോ അതുകൊണ്ടാണ് അതിനെ നമ്മൾ യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ എന്ന് വിളിക്കുന്നത്. ഓക്കെ. പിന്നെ ഇതിനെ റെക്ടാങ്കുലർ ഡിസ്ട്രിബ്യൂഷൻ എന്നും വിളിക്കാറുണ്ട്. പിന്നെ റെക്ടാങ്കുലർ എന്ന് പറയുമ്പോൾ നമുക്കൊരു ആൾട്ടർനേറ്റിംഗ് PDF കൂടെ വരുന്നുണ്ട് വേറെ, അത് പതിയെ പറഞ്ഞുതരാം. ഇനി ഇതിന്റെ മീൻ എന്താണ്? ഇനി പറയുന്ന കാര്യങ്ങളൊക്കെ ബൈഹാർട്ട് ചെയ്ത് വെച്ചോ. അതിന്റെ പ്രൂഫോ കാര്യങ്ങളോ ഒന്നും നോക്കണ്ട, ചുമ്മാ ബൈഹാർട്ട് ചെയ്ത് വെക്കുക. മീൻ a+b/2, അതായത് ലോവർ ലിമിറ്റ് പ്ലസ് അപ്പർ ലിമിറ്റ് ബൈ 2, അങ്ങനെ ഓർത്തിരിക്കുന്നതായിരിക്കും എളുപ്പം. കാര്യം എപ്പോഴും ഈ a to b തന്നെ ചോദിക്കണം എന്നില്ല. ഇപ്പൊ തന്നെ വേറെ നമ്മുടെ 2022-ലെയും 16-ലെയും ഒക്കെ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിക്കഴിഞ്ഞാൽ ഈ യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു തീറ്റ എന്നൊക്കെ പറഞ്ഞിട്ട് ചോദിക്കാറുണ്ട്. അപ്പൊ നമ്മുടെ മനസ്സിൽ a+b/2, അപ്പൊ ഇവിടെ 0 + θ/2 ഇങ്ങനെയൊക്കെ എടുക്കാൻ പറ്റണം നമുക്ക്. അപ്പൊ ആ രീതിക്ക് നിങ്ങളുടേതായ ഒരു ചോയ്സിൽ ഓർത്ത് വെക്കാം a+b/2. വേരിയൻസ് എന്ന് പറയുന്നത് b minus a the whole square by 12, b minus a the whole square by 12. μ4 എന്ന് പറഞ്ഞാൽ
ഫോർത്ത് സെൻട്രൽ മൊമെന്റ്. ഫോർത്ത് സെൻട്രൽ മൊമെന്റ് എന്ന് പറയുന്നത് ബി മൈനസ് ചെയ്ത ഹോൾ റേസ് ടു 4/80. ബി മൈനസ് ചെയ്ത ഹോൾ റേസ് ടു 4/80. β1 അഥവാ സ്ക്യൂനെസിന്റെ മെഷർ എന്ന് പറയുന്നത് β1 is equal to 0. മെഷർ ഓഫ് സ്ക്യൂനെസ് is 0. അതിന്റെ അർത്ഥം എന്താ? സിമെട്രിക് ആണ്. ആ ഡിസ്ട്രിബ്യൂഷൻ സിമെട്രിക് ആണെന്നാണ് അതിന്റെ അർത്ഥം. ഇനി സിമെട്രിക് ആണ് ഒരു ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാമല്ലോ. ഓഡ് ഓർഡർ മൊമെന്റ്സ് ഒക്കെ 0 ആയിരിക്കും. മീനും മീഡിയനും ഒക്കെ സെയിം ആയിരിക്കും. മോഡ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ മോഡും സെയിം ആയിരിക്കും, അല്ലേ? അപ്പോ β1 equal to 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെഷർ ഓഫ് സ്ക്യൂനെസ് 0 ആണ്. അതിന്റെ മീനിങ് ദ ഡിസ്ട്രിബ്യൂഷൻ ഇസ് ഓൾവേസ് സിമെട്രിക്. സിമെട്രിക് ആയിട്ടുള്ള ഒരു ഡിസ്ട്രിബ്യൂഷന്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് ഓഡ് ഓർഡർ മൊമെന്റ്സ് ഇസ് ഓൾവേസ് 0. ഓഡ് ഓർഡർ മൊമെന്റ്സ് 0, അതായത് μ1, μ3, μ5, μ7 അങ്ങനെയുള്ളതൊക്കെ 0 ആണ്. അതുകൊണ്ടാണ് നമ്മൾ μ2, μ4 മാത്രം പറഞ്ഞത്. ഓക്കെ. പിന്നെ മീനും മീഡിയനും മോഡും ഇഫ് എക്സിസ്റ്റ് ദേ ആർ ഈക്വൽ. ഇനി β2 is equal to 9/5. β2 9/5 ആണ്. അപ്പൊ അതിൽ നിന്നൊരു കാര്യം മനസ്സിലാക്കാം. മീസോകേർട്ടിക് ആണോ, ലെപ്റ്റോകേർട്ടിക് ആണോ, പ്ലാറ്റികേർട്ടിക് ആണോ എന്നുള്ളത് മനസ്സിലാക്കാം. അപ്പൊ 9/5 എന്ന് പറയുമ്പോൾ പ്ലാറ്റികേർട്ടിക് ആണ്. അപ്പൊ കെർട്ടോസിന്റെ മെഷർ 9/5 ആണ്. സോ പ്ലാറ്റികേർട്ടിക് ആണ്. ഇത്രയും കാര്യങ്ങൾ നമുക്ക് അവിടെ നിന്ന് പറയാം. ഇനി ഞാൻ ഇവിടെ പറഞ്ഞു β1 equal to 0 ആണ്. സോ സിമെട്രിക് ആണ്. സോ മീൻ ഈക്വൽ ടു മീഡിയൻ ഈക്വൽ ടു മോഡ് ആണ്. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ഇവിടുത്തെ കേസിൽ മീൻ ഈക്വൽ ടു മീഡിയൻ ഈക്വൽ ടു പിന്നെ മോഡ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ദാറ്റ് ഇസ് ഈക്വൽ ടു a+b/2 വരണം, ശരിയല്ലേ? പക്ഷെ ഇവിടെ മോഡ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല. പിന്നെ പലയിടത്തും പല രീതിക്ക് കണ്ടിട്ടുണ്ട്. ചില സ്ഥലത്തൊക്കെ മോഡ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് കണ്ടിട്ടുണ്ട്. എല്ലാ പോയിന്റ്സും മോഡാണെന്നുള്ള രീതിക്കൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷെ സ്റ്റാൻഡേർഡ് ടെക്സ്റ്റുകളിലൊക്കെ കണ്ടിട്ടുള്ളത് മോഡ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്നാണ്. ബിക്കോസ് ദ പ്രോബബിലിറ്റി അറ്റ് ഈച്ച് പോയിന്റ് ഇൻ ദ ഇന്റർവൽ റിമൈൻസ് സെയിം. ആ പോയിന്റില്, അതായത് നമുക്കൊരു ഇന്റർവൽ ഉണ്ടല്ലോ, എ മുതൽ ബി വരെയുള്ള ഒരു ഇന്റർവൽ ഉണ്ടല്ലോ, ആ എ മുതൽ ബി വരെയുള്ള ഇന്റർവലിന്റെ പ്രോബബിലിറ്റി അറ്റ് ഈച്ച് പോയിന്റ്, ഓരോ പോയിന്റിന്റെയും പ്രോബബിലിറ്റി സെയിം ആണ്. നമ്മൾ എപ്പോഴും മോഡ് എന്ന് പറയുന്ന സംഭവം എന്താ? ദ വാല്യൂ ഓഫ് എക്സ് ഇൻ വിച്ച് ദ ഡെൻസിറ്റി ഫംഗ്ഷൻ മേക്സ് ഇറ്റ് മാക്സിമം. ആ ഫംഗ്ഷണൽ ഫോം മാക്സിമത്തിൽ എത്തുന്നത് വേരിയബിളിന്റെ ഏത് വാല്യൂവിലാണോ അതാണ് മോഡ്, ശരിയല്ലേ? ഇവിടെ ഇപ്പോ ഈച്ച് ആൻഡ് എവറി പോയിന്റിന്റെ പ്രോബബിലിറ്റി സെയിം ആണെന്ന് പറയുമ്പോൾ നമുക്കൊരു മാക്സിമം പോയിന്റ് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ലല്ലോ. സോ മോഡ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്നാണ് നോർമലി പറയാ യൂണിഫോമിന്റെ കേസിൽ. അതുകൊണ്ടാണ് ഇവിടെ മീനും മീഡിയനും മാത്രം ഈക്വൽ ടു പറയുന്നത്. ഓക്കെ. ഇനി എന്താ? മൊമെന്റ് ജനറേറ്റിംഗ് ഫംഗ്ഷൻ e raised to tb minus e raised to ta by t into b minus a. പിന്നെ മൊമെന്റ് ജനറേറ്റിംഗ് ഫംഗ്ഷൻ എക്സിസ്റ്റ് ചെയ്യുന്ന കേസുകളിൽ ക്യാരക്ടറിസ്റ്റിക് ഫംഗ്ഷൻ നമുക്ക് പറയാം t is replaced by it കൊടുത്താൽ മതി. അപ്പൊ e raised to itb minus e raised to ita divided by it into b minus a if characteristic function exists. അതും പറയാം. ഓക്കെ. ഇത്രയും കാര്യങ്ങളൊക്കെ ബൈ ഹാർട്ട് ചെയ്ത് വെച്ചാൽ മതി യൂണിഫോമിന്റെ കേസിൽ. പിന്നെ രണ്ട് എക്സ്ട്രാ പോയിന്റ്സ് പറഞ്ഞുതരാം. ഒന്ന്, ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഇഫ് എക്സ് ഫോളോസ് യൂണിഫോം 0, 1, എക്സ് ഫോളോ ചെയ്യുന്നത് യൂണിഫോം 0, 1 ആണെങ്കിൽ y is equal to -2 log x follows chi-square distribution with 2 degrees of freedom. ഇത് ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പറിൽ, ഒരുപാട് കോമ്പറ്റേറ്റീവ് എക്സാംസിന്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുള്ളതാണ്. ഈവൻ കഴിഞ്ഞ അതിന്റെ മുന്നത്തെ പ്രാവശ്യത്തെ ASRB നെറ്റിന്റെ ക്വസ്റ്റ്യൻ പേപ്പറിലും ഉണ്ടായിരുന്നു. അപ്പൊ എക്സ് ഫോളോ ചെയ്യുന്ന യൂണിഫോം 0, 1 ആണെങ്കിൽ അപ്പൊ അവിടുത്തെ വ്യത്യാസം എന്ന് പറയുന്നത് a equal to 0യും b equal to 1ഉം ആയിട്ട് മാറി. നമ്മുടെ ജനറൽ ഫോമില് എയുടെയും ബിയുടെയും വാല്യൂ മാറി. അതൊരു സ്പെഷ്യൽ കേസ് വന്നു യൂണിഫോം 0, 1. അപ്പൊ y equal to -2 log x ന്റെ വാല്യൂ chi-square distribution with 2 degrees of freedom ആയിരിക്കും. ഇനി ഇത് നമുക്കൊരു n കേസിൽ പറയാം. n സാമ്പിൾസ് വരികയാണെങ്കിൽ, അതായത് x1, x2, etc. xn follows uniform 0, 1. അതായത് all them are IID, independently and identically distributed. അങ്ങനെയാണെങ്കിൽ y is equal to -2 summation I equal to 1 to n log xi follows chi-square distribution with 2n degrees of freedom.
ഞാൻ പറഞ്ഞല്ലോ കൈ സ്ക്വയറിന്റെ ഒക്കെ ഓൾറെഡി ഒരു പഴയ വീഡിയോ നമ്മുടെ ചാനലിലുണ്ട്. അപ്പൊ ജസ്റ്റ് നോക്കിക്കോളാം. അപ്പൊ ഈ 2 പോയിന്റ്സ് ആണ് യൂഷ്വലി ഇതിനകത്തുനിന്ന് ചോദിക്കാറുള്ളത്. എപ്പോഴും ചോദിക്കാറുണ്ട് ഈ ഒരു ക്വസ്റ്റിനെ. എല്ലാ കോമ്പറ്റേറ്റീവ് എക്സാംസിന്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാറുണ്ട്. അപ്പൊ ഒരു എക്സ് ആണെങ്കിൽ കൈ സ്ക്വയർ വിത്ത് 2 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം. n എക്സുകൾ ഉണ്ടെങ്കിൽ, അതായത് ഒരു സാമ്പിൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ, ആൻഡ് ഓൾസോ ദേ ആർ ഇൻ IID, അപ്പൊ എന്തായിരിക്കും കൈ സ്ക്വയർ വിത്ത് 2n ഡിഗ്രീസ് ഓഫ് ഫ്രീഡം. 2n അത് ഓർത്ത് വെച്ചാൽ മതി. പിന്നെ ബേസ് കൈ സ്ക്വയർ തന്നെയാണ്. അപ്പൊ ഇതാണ് യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ. പിന്നെ കണ്ടിന്യൂസിൽ ഇതുപോലെ ഒരു 3-4 ഡിസ്ട്രിബ്യൂഷനും കൂടെ ഉണ്ട്. ചെറിയ ഇതൊക്കെ ആണെങ്കിൽ നമുക്ക് ഒരു 1-2 ക്ലാസ് കൊണ്ടൊക്കെ തീർക്കാം, കുറച്ച് ക്യാരക്ടേഴ്സ് ഒക്കെ ഉള്ളൂ എന്നുണ്ടെങ്കിൽ. ഓക്കെ അപ്പോൾ for getting more videos, please subscribe our channel and thank you for watching.